വ്യത്യസ്തമാർന്ന നിരവധി കാശ്മീർ യാത്രകൾ നാം കണ്ടും കേട്ടും വായിച്ചുമറിഞ്ഞതാണ്. എന്നാൽ ഒറ്റവീൽ സൈക്കിളിൽ ഇന്ത്യ മൊത്തം സവാരിക്കിറങ്ങിയ കണ്ണൂർ പട്ടാമ്പി സ്വദേശികളായ മൂവർ സംഘം ഒരു വേറിട്ട കൗതുക കാഴ്ച തന്നെയാണ്. കണ്ണൂർ ശ്രീകണ്ഠപുരം സ്വദേശികളായ സനീദ്, താഹിർ, പട്ടാമ്പി സ്വദേശിയായ അഭിഷേക് എന്നിവരാണ് ഈ യാത്രാ സംഘത്തിൽ ഉൾപ്പെടുന്നത്. ഒരു 3 വർഷത്തെ ഒരു ഡ്രീമാണ് ഇങ്ങനെ പോവാന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ എന്താ പറയുക, ക്യാപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു റൈഡിന് കൊടുത്തൊരു മെസ്സേജ്, സേ നോ ടു ഡ്രഗ്സിനെതിരെ. നമ്മൾ ഈ കഴിഞ്ഞ 14-ാം തീയതി കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരേക്കുള്ള ഈ റൈഡ് ഒറ്റവീൽ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനൊരു ഓൾ കേരള റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഇതേപോലെ ഏകദേശം 1060 കിലോമീറ്ററോളം എന്നിട്ട് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശങ്ങളുമായി ഡിസംബർ 14-ന് 3-അംഗ സംഘം സൈക്കിളിൽ കന്യാകുമാരിയിൽ നിന്നും കാശ്മീരിലേക്ക് യാത്ര പുറപ്പെട്ടതാണ്. ദിവസവും ശരാശരി 60 കിലോമീറ്റർ പിന്നിട്ട് പല നാടും നഗരവും താണ്ടിയാണ് ഇവരുടെ ഈ യാത്ര. സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ സനീദാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. അതും സൈക്കിളിന്റെ മുൻവശത്തെ ചക്രം അഴിച്ചുമാറ്റിയാണ് യുവാവിന്റെ സവാരി എന്നതും യാത്രയുടെ വലിയ പ്രത്യേകതയാണ്. ഇതൊരു 6 മാസത്തെ റൈഡാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് വീലില്ലാതെ. അതൊരു 33 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കി. പിന്നെ ഒരു 20 ദിവസം ബ്രേക്ക് എടുത്ത് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്ത് കന്യാകുമാരി റീസ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ കാശ്മീരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എടപ്പാളെത്തി. സ്റ്റാർട്ട് ചെയ്തിപ്പോൾ 1 മാസം ആവാറായി. അതിൽ 10-15 ദിവസം റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് പോയത്. കൂടെയുള്ള താഹിർ AC മെക്കാനിക്കാണ്. അഭിഷേക് അക്കൗണ്ടന്റും. അഭ്യസ്തവിദ്യരായ മൂവരും തങ്ങളുടെ ജോലിയിൽ നിന്ന് താൽക്കാലികമായി വിട്ടുനിന്നുകൊണ്ടാണ് ഈ യാത്ര നടത്തുന്നത്. ഇപ്പോൾ ഓൾ ഇന്ത്യയാണ് പോകാൻ വേണ്ടി പോകുന്നത്. കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്, കാശ്മീരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് 23 വയസ്സ്. ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞതാണ്. ഇവന് സെയിം ഏജാണ്. ഇവന് ഇലക്ട്രീഷ്യൻ AC മെക്കാനിക് ഒക്കെ കഴിഞ്ഞാണ്. ഇവനാണ് കൂട്ടത്തിൽ ഏറ്റവും ചെറുത്, 19 വയസ്സ്. ഇവൻ അക്കൗണ്ടിങ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നതിന് നടക്കുന്നത് റിസൈൻ ചെയ്തിട്ട് വന്നതാണ് നമ്മുടെ കൂടെ. നമ്മളെല്ലാവരും പണിയെടുത്തുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാവരും റിസൈൻ ചെയ്തിട്ടാണ് ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 3 പേരും മികച്ച ഫുട്ബോൾ കളിക്കാരാണ്. അതിനാൽ തന്നെ വൈകിട്ടെത്തുന്ന സ്ഥലങ്ങളിൽ ടർഫുകളും മൈതാനങ്ങളും കണ്ടെത്തി ഫുട്ബോൾ കളിയിൽ ഏർപ്പെട്ടതിനു ശേഷമാണ് തുടർന്നുള്ള യാത്രകൾ നടത്തുന്നത്. 3 വർഷത്തെ സ്വപ്നത്തിനൊപ്പം യുവജനതയിൽ വർദ്ധിച്ചുവരുന്ന ലഹരിക്കെതിരെ പോരാടുക എന്ന സന്ദേശം സമൂഹത്തിന് മുന്നിൽ കൈമാറുക എന്ന ലക്ഷ്യത്തോടും കൂടിയാണ് കന്യാകുമാരിയിൽ നിന്നും തുടങ്ങി കാശ്മീരിൽ അവസാനിക്കുന്ന രീതിയിൽ യാത്രയെ ക്രമീകരിക്കുന്നതെന്നും യുവാക്കൾ പറയുന്നു. മാത്രമല്ല, പുതുതലമുറ ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കി ഇത്തരം വിനോദങ്ങളെ ലഹരിയാക്കി മാറ്റുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നുമാണ് മൂവരും പറയുന്നത്. മറ്റുള്ളവർക്ക് ഒരു എന്താ പറയുക, ഒരു മെസ്സേജ് എന്നുള്ളതിൽ ലഹരി എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തുന്നതിലാണ്, അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന പദാർത്ഥങ്ങളിലും അങ്ങനെയല്ല. നമ്മളെന്തിലാണോ നമ്മളെ ലഹരി കണ്ടെത്തുന്നത് അതാണ് ശരിക്കും നമ്മളെ ലഹരി. എൻ്റെ ലഹരി എന്ന് പറയുന്നത് സ്റ്റണ്ട് റൈഡിങ്ങും ഫുട്ബോളൊക്കെയാണ്. ഇവരൊക്കെ ഫുട്ബോൾ അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ ഡ്രഗ്സിനൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഒന്ന് മാറ്റി ചിന്തിച്ചാൽ നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മളങ്ങനെ ഇറങ്ങുകയാണ്. സാഹസിക യാത്രകളാണ് തങ്ങളുടെ ലഹരി എന്നു പറയുന്ന സനീദ് മുൻപും കേരള യാത്ര നടത്തിയിട്ടുണ്ട്. അന്ന് കാസർകോട്ട് നിന്ന് കന്യാകുമാരിയിലേക്ക് 1060 കിലോമീറ്ററാണ് ഇദ്ദേഹം സൈക്കിളിൽ യാത്ര ചെയ്തത്. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. ഫെർടെക് ഇൻഡസ്ട്രിയൽ പാർക്ക്.